നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപിള്ളേ. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു, ഇന്ന് ഒരല്പം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണം. അപ്പോൾ ആ മരണത്തിൽ കണ്ണൂർ ജില്ലാ ഘടകവും CPM സംസ്ഥാന ഘടകവും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കുടുംബം നേരെ ചെന്ന് VD സതീശനെ കാണും, മുഖ്യമന്ത്രി കാണുമെന്ന്. കണ്ടപ്പോൾ അവർ വിചാരിച്ചു പിണറായി വിജയനെ കണ്ടതുപോലെ കാണാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫയൽ വാങ്ങിച്ച് അങ്ങോട്ട് വയ്ക്കുമെന്ന് കയറി. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ കണ്ടത് VD സതീശൻ എന്ന മുഖ്യമന്ത്രി അവരെ വിളിച്ചിരുത്തി, ഞാൻ നോക്കിക്കൊള്ളാം, അതാണ്, അല്ല നോക്കട്ടെ എന്നല്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിച്ചു, ഇടപെട്ട് അവർക്ക് മനസ്സുകൊണ്ടൊരു ഉറപ്പ് കൊടുത്തു. പിന്നെ തീരുമാനം വന്നു, ഉടനെ വിജ്ഞാപനം ഇറങ്ങും. കാരണം മന്ത്രിസഭയുടെ ഒരു തീരുമാനം വേണം, വിജ്ഞാപനം ഉടനെ ഇറങ്ങുമെന്ന് പറയും. പക്ഷേ കണ്ണൂർ ജില്ലാ ഘടകം കൊണ്ടിളകിയിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് അന്വേഷിപ്പിച്ചു, ഇനി വിജിലൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷിക്കുന്നില്ല എന്ന് KK രാഗേഷ്, MV ജയരാജൻ ഇവരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് വിചാരിച്ച് അടുത്ത സർക്കാർ വരുന്നു, തുടർ ഭരണത്തിലും ഈ കേസ് തേച്ചു വെച്ച് കളയാമെന്ന് വിചാരിച്ചു. ഈയൊരു സർക്കാർ വന്നപ്പോൾ ഈ കേസ് തീരുമാനം അവരുടെ കോർട്ടിലേക്ക് പോയി. അങ്ങനെ CPM നേതൃത്വം ഈ CBI അന്വേഷണത്തെ വിജ്ഞാപനത്തിന് മുമ്പേ എതിർക്കുകയാണ്. അത് ഒരുപടി മുമ്പേ അവർ എതിർത്ത് തുടങ്ങി. വിജ്ഞാപനം വന്നിട്ട് എതിർത്തെങ്കിൽ അതിനൊരു ന്യായമുണ്ടായിരുന്നു. ശരിക്കും ഈ CPM-കാർ അവർ ശരിക്കും ഈ കണ്ണൂർ ജില്ലാ ഘടകം മൊത്തത്തിൽ കൊടുക്കുമെന്നുള്ളൊരു ഭീതി കൊണ്ടാണോ ഈ ഒരു നീക്കം വരുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് CPM ജില്ലാ ഘടകം ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ബിനാമി ഇടപാടുകളുടെ എല്ലാം, ഒന്ന് പെട്രോൾ പമ്പ്, ഭൂമി കയ്യേറ്റം, റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള എല്ലാ ബിനാമി ഇടപാടുകളുടെയും വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ CBI അന്വേഷണത്തെ ഇവർ ഭയക്കുന്നത്. പിന്നെ KK രാഗേഷ് ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷിക്കാത്തത്? അതിന് കൃത്യമായ ഉത്തരമുണ്ട്. കൊലപാതകം അന്വേഷിക്കുന്ന വിജിലൻസ് അല്ല, അതിൽ ആരോപണം നിലനിൽക്കുന്നത് കൊലപാതകമാണ് എന്ന ആരോപണമാണ്, അഴിമതിയല്ല അവിടെ പ്രശ്നം. കൈക്കൂലി വാങ്ങിച്ചതിനെ തുടർന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചതിനെ തുടർന്ന് അതിനെതിരെ ആരോപണം ഉന്നയിച്ച ദിവ്യയുടെ ആരോപണങ്ങൾ കാരണം തൂങ്ങിച്ചെത്തു എന്ന് തെറ്റിപ്പോയി. ഇത് അവർക്ക് കൊലപാതക വിഷയമല്ല, അല്ലെങ്കിൽ ആത്മഹത്യ വിഷയമല്ല, അഴിമതിയാണ് വിഷയം. അതാണ് അറിയാതെ വന്നത് വിജിലൻസ് അന്വേഷണം. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ കൊലപാതകം തന്നെ നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ പങ്കെടുത്ത ABC മലയാളത്തിൻ്റെ പഴയ വീഡിയോസ് നോക്കി അറിയാം, ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കൊലപാതകമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ, ആദ്യത്തെ മണിക്കൂറുകൾ. കാരണം ഈ സംഭവം ഉണ്ടായി, ഒരാൾ മരിക്കുന്നു, ആ മരണമുണ്ടായ അടുത്ത സെക്കൻഡിൽ കേരളത്തിലെ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചത് നറേറ്റീവ് ഉണ്ടാക്കിയത് ആത്മഹത്യ ചെയ്തു എന്നാണ്. ഒരു ദുരൂഹ മരണം നടക്കുമ്പോൾ ആ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് അന്വേഷിക്കേണ്ടതിന് പകരം ആദ്യം മുതൽ തന്നെ CPM ഉണ്ടാക്കിയ നറേറ്റീവ്, കണ്ണൂരിൽ നിന്നുണ്ടാക്കിയ നറേറ്റീവ് അത് കൊലപാതകമാണ് എന്നാണ്. അത് കൊലപാതകമല്ല, ആത്മഹത്യയാണ് എന്നാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കാണേണ്ടത്, ആദ്യം തന്നെ വീട്ടുകാരെത്തുന്നതിന് മുമ്പ് മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്തെടുത്ത് തുടങ്ങി ആ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി, അവിടെ ആ പറയപ്പെടുന്ന ബിൽഡിംഗ്, അതായത് താമസിച്ചിരുന്ന കെട്ടിടം, ആ കെട്ടിടം അടക്കം സീൽ ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ, അതിലെ ഡ്രസ്സ് അടക്കം ആലോചിച്ച് നോക്കൂ. നവീൻ ബാബുവിൻ്റെ ഡ്രസ്സും ബാഗും അടക്കം അവിടെ നിന്ന് മാറ്റി പെട്ടെന്ന് ഇവിടെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അധിക്ഷേപം നടക്കുന്നത് TP ദിവ്യയുടെ, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന പുലർച്ചെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യം. പക്ഷേ ആ വീട് തുറന്നു കിടക്കായിരുന്നു. ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്യാൻ പെട്ടെന്നുള്ളൊരു തീരുമാനം കൊണ്ടാണെങ്കിൽ ആ മനുഷ്യൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യണം, വൈകുന്നേരം ചെയ്യണം. ഇത്രയും സമയം എടുത്ത് രാവിലെ ഒരു ആത്മഹത്യ കുറിപ്പെങ്കിലും മാത്രമല്ല, മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ട്രെയിൻ കയറുന്നു എന്ന് പറഞ്ഞ് കുടുംബത്തെ വിളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് പെൺമക്കളാണ്, രണ്ട് പറക്കം പറ്റാത്ത രണ്ട് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പെൺമക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥയായ ഭാര്യ. അപ്പൊ ഇവർക്കെങ്കിലും അദ്ദേഹം ഒരു കത്തെഴുതി വച്ചേനെ. തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്ന കത്തുണ്ടായിരുന്നോ? അപ്പൊ ഒരാൾ ആത്മഹത്യ, ഒരാൾ മരിച്ചെടുക്കുമ്പോൾ കത്തെഴുതി വെച്ചോ? ഇല്ല. എങ്കിൽ എന്റെ ഒരു പൊതുജനം എന്ന നിലയിൽ, എന്റെ മനസ്സിൽ ജേർണലിസ്റ്റ് എന്ന നിലയിൽ എന്റെ മനസ്സിൽ തോന്നുന്നു, എങ്കിലും അത് ആത്മഹത്യയാകാൻ വഴിയില്ലേ? അല്ലേ? അതെ, തീർച്ചയായിട്ടും അതിലൂടെ അല്ലേ പോകേണ്ടത്? അല്ലെ എങ്കിൽ അത് കൊലപാതകമാകാൻ വഴിയില്ല, ആത്മഹത്യ എങ്കിൽ അതിലൂടെ അല്ലേ പോലീസ് പോകേണ്ടത്? ഇതിപ്പോ ആപ്പടെ ദിവ്യ മാത്രമാണ് പ്രതിയാ കുറ്റപത്രം. അതാണ് അത് ഒന്നാമത്തെ കാര്യം. അതാണ്. രണ്ടാമത്തെ കാര്യം, വളരെ പ്ലാൻഡ്, മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന്റെ പ്ലാനിങ് നടന്നു എന്നുള്ളതാണ്. കൊലപാതകം പ്ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ എങ്ങനെ ഈ കൊലപാതകം നടന്നാൽ കുടുംബക്കാരെ എങ്ങനെ സ്വാധീനിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർ തയ്യാറാക്കി. അതായത് ടീം ആക്ടിവിറ്റി. കണ്ണൂരെ ടീമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പത്തനംതിട്ടയിലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി നിൽക്കുന്നു. അവിടെ ഇവരോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന സന്ദേശം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നൽകുന്നു. സംസ്ഥാന സെക്രട്ടറി അവിടെ വന്ന് സംസാരിക്കുന്നിടം വരെ
CPM-ന്റെ ജില്ലാ കമ്മിറ്റി അവരോടൊപ്പം നിൽക്കുന്നു എന്ന് കാണിക്കുന്നു. അപ്പോഴത്തേക്കും ഉണ്ടായ സംഭവ വികാസങ്ങൾ മൃതദേഹം അടക്കം ചെയ്യുന്നു. ആ അടക്കം ചെയ്യാതെ മൃതദേഹം കത്തിച്ചു കളയുന്നു. ഏത് കാലത്താണ് CPM ആരുടെ ഒപ്പമാണ്, ആരുടെ വിശ്വാസത്തൊപ്പമാണ് CPM ഏതെങ്കിലും ഹിന്ദുവിന്റെ വിശ്വാസത്തൊപ്പം നിന്ന് അടക്കാൻ അരുൺ വിജയൻ കളക്ടർ ഇവിടെ തടയുന്നു? അതെ, അടക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഈ എല്ലാ മതാചാര പ്രകാരവും, അതായത് ഹിന്ദു മതാചാര പ്രകാരം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിഭാഗവുമായി ബന്ധപ്പെട്ട മതാചാര പ്രകാരം കല്ലറയിൽ, സാധാരണ ഒരു പ്രശ്നമുണ്ടായ കല്ലറയിൽ അടക്കുക. കാരണം രണ്ടാമത് ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ലാതെ ആ ബോഡി കത്തിച്ച് കളഞ്ഞപ്പോൾ തന്നെ അവിടെ തന്നെ തുടങ്ങി ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനി ഒരിക്കലും ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് സാധ്യതയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതൊരു ആത്മഹത്യയാക്കി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രാസപരിശോധനാ ഫലങ്ങൾ ഉണ്ടാവണം. ആ കേസിൽ ഒരുപാട് കാര്യങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടാവണം. പക്ഷെ ഇതൊന്നുമില്ലാതെ ഇനി ഒരു റീപോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യത പോലും ഇല്ല. സത്യത്തിൽ CBI അന്വേഷണം വരുമ്പോൾ ഇനി ആകെ CBI അന്വേഷണത്തിൽ എങ്ങനെയെങ്കിലും അത് തെളിയുന്നുണ്ടെങ്കിൽ അത് തെളിയാനുള്ള സാധ്യത ഡിജിറ്റൽ എവിഡൻസിലൂടെ മാത്രമാണ്. ഒരിക്കലും ആ കേസല്ലാതെ തെളിയില്ല. CBI എടുക്കുന്ന നിലപാടുകളിൽ ഡിജിറ്റൽ എവിഡൻസ്, ചോദ്യം ചെയ്യൽ, ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ എവിഡൻസ് മാത്രമാണ്. കാരണം ഇവരെല്ലാം തമ്മിൽ ആ സമയത്ത് നടത്തിയിട്ടുള്ള ഫോൺ വിളികൾ, ആ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് ദുരൂഹമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത്, ഈ മരണത്തിന് ശേഷവും മുമ്പുമുള്ള അദ്ദേഹത്തിൻ്റെ ഫോൺ വിളികളുടെ വിവരങ്ങൾ, ഇങ്ങനെയുള്ള ഡിജിറ്റൽ എവിഡൻസിലൂടെ അല്ലാതെ നവീൻ ബാബുവിൻ്റെ കേസ് ഒരു തരത്തിലും തെളിയിക്കാൻ കഴിയില്ല. കാരണം ഒരു കേസിൻ്റെ തുടക്കം, അതായത് പ്രഥമ വിവര റിപ്പോർട്ടും FIR-ഉം അതിനുശേഷമുണ്ടായ അന്വേഷണത്തിൻ്റെ തുടക്കവും, ആ സമയത്ത് FIR-ൽ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്താണ് തെളിവുകളായി ശേഖരിച്ചിട്ടുള്ളത്, ആ സമയത്തെ തെളിവുകളുടെ അഭാവമാണ് പലപ്പോഴും CBI-ക്ക് കിട്ടുന്ന കേസുകളിൽ ഒരു മെല്ലെപ്പോക്കോ അല്ലെങ്കിൽ മുമ്പോട്ട് അന്വേഷണത്തിന് വിഘാതമായി നിൽക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്. മാത്രമല്ല ഇത്രയും കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ കേസിൻ്റെ സാധ്യമായ എല്ലാ തെളിവുകളും, അതായത് ദൈവത്തിൻ്റെ തെളിവ്, ദൈവം ഏതെങ്കിലും തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ കേസുകൾ തെളിയുന്നത് അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു തെളിവ് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കേസിൽ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇനി ആകെ CBI-യുടെ മുന്നിലുള്ള ഡിജിറ്റൽ എവിഡൻസ് മാത്രമാണ്. ഈ ഡിജിറ്റൽ എവിഡൻസ് വെച്ചിട്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ കേസിനെ അന്വേഷിക്കാനും തെളിയിക്കാനും പോകുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, VD സതീശനെ കാണുന്നു. VD സതീശനെ കണ്ട് അന്വേഷണത്തിന് ശുപാർശ, എനിക്ക് മനസ്സിലാവുന്ന ഇന്ന് CBI വിജ്ഞാപനം ഇറങ്ങുമെന്നാണ്. CBI അന്വേഷണത്തിന് വിജ്ഞാപനം ഇറക്കും മുമ്പ് തന്നെ വളരെ കൃത്യമായി തന്നെ ഇത്രയും വെപ്രാളത്തോടു കൂടി CPM ഒറ്റക്കെട്ടായി ദിവ്യ കോടതിയിലേക്ക് പോകുമെന്ന് പറയുന്നത്. എന്തിനാണ് കോടതിയിൽ പോകുന്നത്? ദിവ്യയ്ക്ക് പേടിയില്ല. ദിവ്യ അങ്ങനെ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ദിവ്യ എന്തിനാണ് കോടതിയിലേക്ക് പോകുന്നത്? അരുൺ വിജയൻ അടക്കമുള്ളവരുടെ ഈ വിഷയത്തിലെ പങ്ക് അന്വേഷിക്കണം. ആരാണ് പ്രശാന്തൻ? എങ്ങനെയാണ് ആ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുള്ള ബിനാമി ഇടപാടുകൾ, പ്രശാന്തന് പമ്പിനുള്ള പണം എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തേണ്ട ഒരു വിഷയത്തിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്ന് രാകേഷ് അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. രാകേഷിന്റെ സർക്കാർ അന്വേഷിക്കേണ്ടാത്ത വഴികളിലൂടെയൊക്കെ അന്വേഷിപ്പിച്ച് ആ കേസ് ഒരു കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതിന്റെ നേരായ വഴിയിലൂടെ അന്വേഷിക്കേണ്ടതേ. പിന്നെ മറ്റൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം പോലീസിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പറയപ്പെടുന്ന VD സതീശൻ CBI-യെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതെന്നാണ്. സത്യം പറഞ്ഞാൽ VD സതീശൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഇതിലൊന്നും സംഭവിക്കില്ല. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പോലീസ് കഴിഞ്ഞ 10 വർഷമായി ഇടതുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പോലീസാണ്, CPM വൽക്കരിക്കപ്പെട്ട പോലീസാണ്. അപ്പോൾ അവരന്വേഷിക്കേണ്ട എന്ന നിലപാട്, ഒരു സ്വതന്ത്രമായി അത് CBI അന്വേഷിക്കട്ടെ എന്ന നിലപാട് VD സതീശനെടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുടുംബത്തിന് നീതി കിട്ടാൻ സഹായകരമായ കാര്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള കൊലപാതകം അടക്കമുള്ള കേരളത്തിൽ എന്ത് ക്രിമിനൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഭാഗത്ത് CPM ഉണ്ടെങ്കിൽ ആ കേസെല്ലാം കഴിഞ്ഞ 10 വർഷങ്ങളെ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. ഓരോ കേസും, ജിഷ്ണു പ്രണോയി, വാളയാർ കേസടക്കം ഓരോ കേസും അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കേസുകൾ അട്ടിമറിക്കപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ അതിലെല്ലാം സത്യത്തിൽ എല്ലാ കേസിലും സ്വതന്ത്രമായ അന്വേഷണം വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടുമെങ്കിൽ അത് തീർച്ചയായും നവീൻ ബാബുവിൻ്റെ കുടുംബം അവകാശപ്പെട്ടത് തന്നെയാണ്. കാരണം CPM-ന്റെ ബിനാമി ഇടപാടുകൾ അടപടലം പുറത്തു വരും എന്നുള്ളത്. കാരണം CBI അന്വേഷിച്ചാൽ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും CBI ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അടപടലം പൂട്ടും എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ആകെ ഇനി CBI-യുടെ മുന്നിലുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ മാത്രമാണ്. ആ ഡിജിറ്റൽ എവിഡൻസുകൾ വെച്ച് ദൈവം എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ ഡിജിറ്റൽ എവിഡൻസുകൾ വെച്ചുകൊണ്ട് CBI മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും നിർണായകരമാകുന്ന ചില തെളിവുകൾ, കാരണം മരിച്ച ശേഷം ഈ പറയപ്പെടുന്ന കൊലപാതകത്തിന് ശേഷം ആരെങ്കിലും ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു? നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ്, അത് കൊലപാതകമാണോ മരണമാണോ നമുക്കറിയില്ല, മരിക്കുന്നതിന് മുമ്പ് ആരെയാണ് കോൺടാക്ട് ചെയ്തിരുന്നത്? ആരെങ്കിലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നോ? അദ്ദേഹത്തെ അവിടെ നിന്നും ഈ ഒരു സ്ഥലത്തു നിന്നും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹം ബസ്സിൽ കയറി വരാൻ
അല്ല ബസ്സിൽ കയറി, ബസ്സിലോ എന്തോ കയറിയിട്ട് ഓട്ടോയിൽ കയറി വഴിയിൽ വെച്ച് തിരിച്ചു വിളിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കേസിന്റെ അന്വേഷണത്തിൽ വരേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ അടുത്ത കാലത്ത് CPM-ന്റെ കള്ളത്തരം ഓരോ കേസിലും ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അടുത്ത കാലത്ത് KB ഗണേഷ് കുമാർ പറഞ്ഞത് ഏതാണ്ട് 8 മണിക്കൂറോളം യദു ഫോൺ ഉപയോഗിച്ചു എന്നാണ്. ഇപ്പോ അന്വേഷണ സംഘം പറയുന്നു ഫോൺ ഉപയോഗിച്ചതിന് വരെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചത് എന്നാണ് പറഞ്ഞത്. തനിക്ക് വിവരം കിട്ടി, റിപ്പോർട്ടിലുണ്ട്, കമ്മീഷണർക്കാണ് ഈ റിപ്പോർട്ട് പോയിട്ട് എന്ന് KB ഗണേഷ് പച്ച കള്ളവല്ലേ KB ഗണേഷ് കുമാർ പറഞ്ഞു. അപ്പൊ ഈ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കാൻ സാധിക്കുക? ഒരു ചെറിയ ബസ്സുമായി ബന്ധപ്പെട്ട് മേയർ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂവിൽ പോലും അതിൽ വളരെ അത് കൊലപാതകമൊന്നുമല്ല. പക്ഷെ ആ കേസിൽ പോലും യദുവിനെ കുറ്റക്കാരനാക്കി ഒരു ഭാഗത്ത് നിർത്തി യദുവിനെ കോർണർ ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാം. അപ്പം അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി CPM-കാരോ CPM-ന്റെ ഏതെങ്കിലും കുട്ടി സഖാക്കന്മാരോ ആരെങ്കിലും കേസുകളിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം PK ശശി അടക്കമുള്ളവ. PK ശശിയുടെ കേസ് അതിന് മുമ്പാണെങ്കിലും P ശശിയുടെ തീവ്രത കുറഞ്ഞ പീഡനമൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള എല്ലാ കേസുകളിലും ഒരു കേസിൽ പോലും നീതിയില്ലാതെ ഏതെങ്കിലും കേസുകളിൽ CPM പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം അട്ടിമറിച്ച സർക്കാരാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നീതിപൂർവമായ അന്വേഷണം അത് രാഷ്ട്രീയ പ്രേരിതമാകാതെ VD സതീശനോട് പറയുകയാണ്, കോൺഗ്രസ്സുകാരായാലും BJP-ക്കാരായാലും CPM-കാരായാലും ക്രിമിനലിസം കാണിക്കുന്ന ക്രിമിനലുകളെ, അതാരാണെങ്കിലും ക്രിമിനലാണ്, ഏത് പാർട്ടി പ്രവർത്തകനാണെങ്കിലും, അപ്പം അത് സത്യസന്ധമായി പോലീസിനെ അന്വേഷിക്കാനും കേരളത്തിലെ പോലീസിനെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. അവരെ സത്യത്തിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ചില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പോലീസ് അങ്ങനെ പെരുമാറുന്നത്. സത്യസന്ധമായി പോലീസിനെ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ അത് അനുവദിച്ചാൽ കേരളത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഇന്നലെ നടന്ന ഈ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകം, ആ കുട്ടിയുടെ കൊലപാതകത്തിൽ പോലും പോലീസിന്റെ ഡ്രൈവർ ആയിരുന്നുകൊണ്ടാണ് അയാൾക്കെതിരെ കേസെടുക്കാഞ്ഞതെന്ന് ഗുരുതരമായ ആരോപണം പുറത്തു വരുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, പോലീസിന് എപ്പോഴെങ്കിലും ഒക്കെ വിളിക്കുന്ന ഡ്രൈവർ ആയിരുന്നു എന്നാണ്, എപ്പോഴെങ്കിലും ഒക്കെ പോലീസുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ഡ്രൈവർ, ഏതെങ്കിലും പുറത്തൊക്കെ മറ്റു ഇതിന് പോകുമ്പോൾ വിളിക്കുന്ന ഡ്രൈവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിയെ അയാൾ കോമ സ്റ്റേജിലാക്കിയിരിക്കുകയാണ്, ആദ്യത്തെ ഭാര്യ. ആ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ കുട്ടിക്ക് വേണ്ടി പോയപ്പോഴും പലപ്പോഴും പോലീസ് അമ്മ എന്ന പരിഗണന കൊടുത്തുകൊണ്ട് ഈ ക്രിമിനലിനൊപ്പം വളർത്താൻ വേണ്ടി കുട്ടിയെ വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഓരോ വിഷയത്തിലും കേരളത്തിലെ CPM എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ ചർച്ച ചെയ്യുമ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ, അവിടുത്തെ ജില്ലാ ഘടകം മുഴുവൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ എന്തൊക്കെ തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിക്കാം. അത് തീർച്ചയായിട്ടും അത് പുറത്തു വരട്ടെ, ഓരോ കാര്യങ്ങളും പുറത്തു വരട്ടെ. നവീൻ ബാബുവിന് നീതി കിട്ടട്ടെ. CBI അന്വേഷണം അതിൽ ഏറ്റവും അനിവാര്യമാണ്. അതിന് ഇനി കോടതി എടുക്കുന്ന നിലപാട് ചിലപ്പോൾ നിർണായകമാവും. ഇനി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത കോടതിക്ക് മറ്റു കാര്യമൊന്നുമില്ല, അന്വേഷിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് VD സതീശനെ സംഖ്യ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനും VD സതീശനെ ഇപ്പോൾ ഈ വിഷയം പറഞ്ഞുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതൊക്കെ അത് KK രാഗേഷ് പണ്ട് പറഞ്ഞാൽ നടക്കുമായിരുന്നു, വിജിലൻസ് അന്വേഷണം നടത്തട്ടെ. ഇനി അത് നടക്കില്ല, അടുത്ത 5 വർഷത്തേക്ക് എന്തായാലും അത് നടക്കില്ല. അതുകൊണ്ട് KK രാഗേഷ് ഒരു പൊടിക്ക് അടങ്ങണം, CBI അന്വേഷണം നടത്തട്ടെ എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കേസിൽ നമ്മുടെ CPM-കാർക്ക് ഈ സോഷ്യൽ ഇടങ്ങൾ, സൈബർ ഇടങ്ങൾ ഉപയോഗിക്കാൻ അറിയാവോ? ഒരാളെ കൊലവിളിക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്താൻ മാത്രമേ അറിയാവുള്ളൂ. നമ്മുടെ ചില അറസ്റ്റിലായ നേതാക്കൾ ED ആക്രമിച്ച കേസിൽ അവർ കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതി യാത്ര അവിടെ യാത്രാക്കുറിപ്പിലുള്ളത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞങ്ങൾ അത് തന്നെ നമ്പർ 1 തെളിവല്ലേ, പാർട്ടി ഏൽപ്പിച്ചാണ്. അപ്പൊ പാർട്ടി സത്യത്തിൽ അതും കേരള പോലീസിൽ അന്വേഷണം മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. കേരള പോലീസ് അന്വേഷിച്ചാൽ അതൊന്നും കൃത്യമായി തെളിയില്ല. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ഗൂഢാലോചന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ED-യുടെ കേസിൽ ഏറ്റവും പ്രധാനമായി പെട്ടത് നേതാക്കന്മാർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് കേരളത്തിൽ ED-യെ ആക്രമിച്ചിട്ടുള്ളത്, പിണറായി വിജയന്റെ വീടിന്റെ മുമ്പിൽ വെച്ച്. അതുകൊണ്ട് ഇതിന്റെ ഗൂഢാലോചനക്കാരെയാണ് ആദ്യം പിടിക്കേണ്ടത്, നേതാക്കന്മാരെയാണ്. ഇന്നലെ വളരെ ശോചനീയമായ ചില ദൃശ്യങ്ങളൊക്കെ കണ്ടു, ചില വീടുകളുടെ ദൃശ്യം. കഷ്ടം, സത്യത്തിൽ സങ്കടം വന്നു കേട്ടോ ആ ദൃശ്യം കണ്ടപ്പോൾ. ഏത് CPM-കാരനായാലും ആ വീട് കണ്ടാൽ നമുക്ക് സങ്കടം. എങ്ങനെ ഒരു ഉളുപ്പമില്ലാതെ വീട്ടിലെങ്ങനെ കയറി ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെ അതെ, അത് വലിയ സങ്കടകരമായ ഒരു വിഷയമാണ്. ഏത് CPM-കാരനായാലും അത്തരം ഒരു വീട്ടിൽ താമസിക്കുക. എന്തെങ്കിലും ലൈഫ് മിഷന് നിങ്ങൾ ഒരുപാട് അനുമതി കാണിച്ചില്ലേ? ഒരു 4 ലക്ഷം രൂപ കൊടുത്തൊരു വീട് അയാൾക്ക് വെച്ചു കൊടുക്കാമായിരുന്നു. ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ദൃശ്യങ്ങളാണ്. അതാണ് ബംഗാളിൽ മാത്രമാണ് നമ്മൾ ഇത്തരം വീടുകൾ കണ്ടത്. അത് CPM ഭരിച്ചതാണ്. കാരണം CPM-ന് ദാരിദ്ര്യമില്ലെങ്കിൽ സഖാക്കന്മാരെ ആരെങ്കിലും സാമ്പത്തികമായി രക്ഷപ്പെട്ടാൽ പിന്നെ ഈ സഖാവാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് അവർ ചിന്തിച്ചു കൂടാ, അങ്ങനെ ഈ അവസ്ഥയിൽ തന്നെയാവും. അതാണ് സംഭവിച്ചത്. ഇതുപോലെ തന്നെ CBI ഇപ്പം ഈ നവീൻ
ബാബുവിന്റെ വിഷയത്തിൽ വരുമ്പോഴും നല്ലൊരു തെളിവാണ് എം പി ജയരാജനും കൊടുത്തിരിക്കുന്നത്. കാരണം അവരാദ്യമേ എതിർക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളത് അന്വേഷിക്കണം. ആദ്യം അന്വേഷിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത്. അതിൽ തന്നെ ഉത്തരം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്നത് മഹാമണ്ടത്തരമാണ്. CPM എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. നവീൻ ബാബുവിന് നീതി കിട്ടണമെന്ന കാര്യത്തിലൊരു സംശയമില്ല. കേരളത്തിൽ ആക്രമിക്കപ്പെട്ട കഴിഞ്ഞ 10 വർഷമേ ആക്രമിക്കപ്പെട്ട ഓരോ ഇരയ്ക്കും നീതി കിട്ടേണ്ടതാണ്. ആ നീതി വാങ്ങിക്കൊടുക്കാൻ ഒരു പക്ഷേ UDF സർക്കാരിന് കഴിഞ്ഞാൽ അത് ചരിത്രപരമായ തീരുമാനം തന്നെയായിരിക്കും. ഒരു സംശയമില്ല.